നമുക്ക് ചില കണക്കുകൾ കൂടി നോക്കാം. അത് വോട്ട് ശതമാനവുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം ഏറ്റവും ആധികാരികമായ കൂട്ടലും കിഴിക്കലും ഒക്കെ ഉണ്ടാകുന്നത് വോട്ട് ശതമാനം സംബന്ധിച്ച് തന്നെയാണ്. ഇത് 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിൽ എങ്ങനെയാണ് വോട്ട് മുന്നണികൾക്കിടയിൽ വീതിക്കപ്പെട്ടത് എന്നത് സംബന്ധിച്ച കണക്കാണ്. LDFന് 40.2% വോട്ടുകളാണ് 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വാരിക്കൂട്ടാൻ സാധിച്ചത്. തൊട്ടു പിന്നിൽ തന്നെയുണ്ട് UDF. 37.9% വോട്ടുകളാണ് UDFന് സ്വന്തമാക്കാൻ കഴിഞ്ഞത്. NDAക്ക് 15% വോട്ടുകളാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വന്തമാക്കാൻ കഴിഞ്ഞത്. പോയ സമയങ്ങളിലെല്ലാം ഈ ഇന്ത്യയുടെ വോട്ട് ശതമാനം എന്ന് പറയുന്നത് വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അവർ ഏറ്റവും വലിയ ലക്ഷ്യമായി കണ്ടത്. എങ്കിൽ ഇത്തവണ അങ്ങനെയല്ല. കോർപ്പറേഷനുകളിലടക്കം ശക്തിയേറിയ പോരാട്ടം കാഴ്ചവെക്കും, സ്വന്തമാക്കാം എന്നൊക്കെ ഉള്ളതാണ് വെല്ലുവിളിയും അവകാശ പ്രഖ്യാപനങ്ങളും. പക്ഷേ ഇതാണ് ഒരു കേരളത്തിന്റെ പൊതു പാറ്റേൺ എന്ന് പറയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് ശതമാനം LDFനൊപ്പമാണ് എന്നുള്ളതാണ് നമുക്ക് പോയ 2 തെരഞ്ഞെടുപ്പുകളിലും കൃത്യമായി കാണാനും പറയാനും കഴിയുന്നത്. 40.2% വോട്ടുകളാണ് LDFനുള്ളത്. UDFന് 37.9% വോട്ട്, NDAക്ക് 15%. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കുകളാണ്. ഇതിലെന്തു മാറ്റം വരും? പ്രത്യേകിച്ച് ഡീലിമിറ്റേഷന് ശേഷം എങ്ങനെയാണ്? എന്നാലും വോട്ട് ശതമാനത്തിൽ മാറ്റം വരുന്നത് ഡീലിമിറ്റേഷന്റെ അടിസ്ഥാനത്തിലല്ല. പക്ഷേ ആ സീറ്റുകളിൽ സ്വാഭാവികമായി മാറ്റം ഉണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു സർക്കാരിന്റെ കാലത്തുണ്ടാകുന്ന ഡീലിമിറ്റേഷൻ അത് ഒരിക്കലും മറിച്ചൊരു തരത്തിലാകില്ല എന്നുള്ളതൊക്കെയാണ് രാഷ്ട്രീയ ആരോപണങ്ങളായി വരുന്നത്. ഇത്തവണത്തെ ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട് UDFന് വലിയ പരാതികളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും 40.2% LDFന്റെ വോട്ട് ശതമാനം, 37.9% UDFന്റെ വോട്ട് ശതമാനം, 15% NDAയുടെ വോട്ട് സമ്പാദ്യം 2020. പ്രശാന്ത് കൃഷ്ണനിലേക്ക് വീണ്ടും വിവരങ്ങൾക്ക് വേണ്ടി നമുക്ക് പോകാം. പ്രശാന്തിന്റെ അല്പസമയത്തിനകം തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടുകയാണ്. നമുക്ക് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട വലിയ ട്വിസ്റ്റുകളൊക്കെ ആയിരുന്നല്ലോ ഇത്തവണ ഉണ്ടായിരുന്നത്. ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി വിജയിക്കുമെന്ന് പൂർണ്ണ ഉറപ്പുള്ള, നമുക്കറിയാവുന്നതാണ് തദ്ദേശ വോട്ടെടുപ്പിൽ സ്വാഭാവികമായും ജനങ്ങൾ പാർട്ടിക്ക് അതീതമായി ചിലപ്പോൾ ആളുകളെ നോക്കി, സ്ഥാനാർത്ഥിയെ നോക്കി വോട്ട് ചെയ്യാറുണ്ട്. അതൊരു രീതിയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് വിപരീതമായിട്ടാണ് അങ്ങനെ സംഭവിക്കുക. അതുകൊണ്ട് ഏറ്റവും ജനകീയരായ, വിജയം ഉറപ്പിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കുക എന്നുള്ളതായിരുന്നു ഒരു പൊതുതന്ത്രം മുന്നണികൾ സ്വീകരിച്ചത്. അത്തരത്തിൽ എന്തൊക്കെ ക്രമീകരണങ്ങൾ, തയ്യാറെടുപ്പുകൾ മുന്നണികളുടെ ഭാഗത്ത് നിന്ന്? മധു, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ കേരളത്തിൽ നടക്കുന്ന 3 തെരഞ്ഞെടുപ്പുകൾ, തദ്ദേശ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഈ 3 തെരഞ്ഞെടുപ്പുകളുടെയും വോട്ടിംഗ് പാറ്റേൺ ഒരിക്കലും ഒരു കാലഘട്ടത്തിലും ഒരുപോലെയല്ല. അതുകൊണ്ട് തന്നെ അന്നത്തെ വോട്ട് ശതമാനങ്ങൾ വെച്ച് മറ്റൊരു തെരഞ്ഞെടുപ്പിനെ താരതമ്യം ചെയ്യുന്നത് പോലും ഒട്ടും ശരിയല്ല. കാരണം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേൺ പോലുമല്ല 2024 തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കഴിഞ്ഞ തവണത്തെ വോട്ട് ശതമാനം നോക്കുമ്പോൾ 40% LDFനുണ്ട്, UDFന് അതിന് തൊട്ട് താഴെ, NDAക്ക് 15%. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ NDAയുടെ വോട്ട് ശതമാനം 20% ഉയർന്നിരിക്കും. അപ്പോൾ അവരുടെ കണക്ക് കൂട്ടൽ 25% വോട്ടും 10,000 സീറ്റും എന്നൊക്കെ പറയുന്നത് ആ വോട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ നേടിയ മുന്നേറ്റം വെച്ചിട്ടാണ്. പക്ഷേ ഒരു ഘട്ടത്തിലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ താഴെ തട്ടിലുള്ള വാർഡ് തലത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അവിടെ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് വ്യക്തികളുടെ സ്വാധീനം, ഓരോ മുന്നണിയും അവിടെ അവരുടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്ന വ്യക്തികൾക്ക് ആ വോട്ടർമാർക്കിടയിലുള്ള സ്വാധീനം, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അത് LDF ആണെങ്കിലും UDF ആണെങ്കിലും BJP ആണെങ്കിലും ഇത്തവണ ഈ 3 മുന്നണികളും അക്കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. കാരണം അതിനേറ്റവും പ്രധാനം ഈ 3 മുന്നണികൾക്കും, UDFനും NDAക്കും പ്രത്യേകിച്ച്, അവർക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പ് സ്വാധീനിക്കും എന്നതിൻ്റെ കൂടി കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ മുന്നൊരുക്കം നടത്തിയിരിക്കുന്നത്. ഈ തിരുവനന്തപുരം നഗരസഭയിലെ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം തന്നെ പരിശോധിച്ചാൽ മതി. തിരുവനന്തപുരം നഗരസഭ 2015-ലും 2020-ലും UDF എഴുതി തള്ളിയിട്ടിരിക്കുകയായിരുന്നു. അവർ വേണ്ട രീതിയിലൊരു മത്സരത്തിന് തയ്യാറായിരുന്നില്ല, അത്തരത്തിൽ മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നില്ല. ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം പോലും വളരെ ദുർബലമായിരുന്നു. അതുകൊണ്ടാണ് 2015 നിന്ന് 2020 എത്തുമ്പോൾ UDFന്റെ സീറ്റ് വാർഡ് നില എന്നത് കേവലം 9 അല്ലെങ്കിൽ 9 ചുരുങ്ങിയത്. അതേസമയം തന്നെ അവിടെ BJPക്ക് 2015-ലും 20-ലും ഉള്ളതുപോലെ തന്നെ 35 42 സീറ്റ് മാത്രം 2015 ഉണ്ടായിരുന്ന LDFന് 52 വാർഡ് വിജയത്തോടെ അവർ കേവല ഭൂരിപക്ഷം നേടുകയും ചെയ്തു. അപ്പോൾ LDFനും BJPക്കും അവിടെ UDFന്റെ വോട്ടുകൾ ചോർന്നു. UDFന് വോട്ട് ചെയ്തിരുന്ന ആളുകൾ അവർ 2 പേർക്കും വോട്ട് സ്പ്ലിറ്റ് ചെയ്തു പോയി.
ഇവിടെ ഏറ്റവും പ്രധാനം ഇത്തവണ UDF ശക്തമായൊരു മത്സരത്തിന് തിരുവനന്തപുരം നഗരസഭയിൽ ശ്രമിക്കുകയാണ്. ഇത് ഒരു എല്ലായിടത്തും, അതായത് തിരുവനന്തപുരം നഗരസഭ ഞാൻ പറയാൻ കാരണം UDF കേരളത്തിലാകമാനമുള്ള അവരുടെ തദ്ദേശ സ്ഥാപനങ്ങൾ ഈ സ്ട്രാറ്റജി തന്നെയാണ് പ്രയോഗിക്കുന്നത്. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ കാരണം തന്നെയാണ് അവർക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നത് ജീവൻ മരണ പോരാട്ടമാണ്. 2 തവണ ഭരണമില്ലാതെ നിൽക്കുകയാണ്. ഇനി ഒരു തവണ കൂടി ഭരണമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. മാത്രമല്ല ആ സ്പേസിലേക്ക് BJP വരും എന്ന ആശങ്ക. അപ്പോൾ അതുകൊണ്ട് തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിൽ കൃത്യമായ മുതിർന്ന നേതാക്കൾക്ക് ചുമതല കൊടുത്ത് ഒരു മുന്നൊരുക്കം നടത്തി സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആദ്യം നടത്തി. മേയർ സ്ഥാനാർത്ഥി എന്ന നിലയിൽ തിരുവനന്തപുരം നഗരസഭയിലാണെങ്കിൽ ശബരിനാഥനെ പോലുള്ള ആളെ ഉയർത്തിക്കാട്ടി അവർ സീരിയസ് ഫൈറ്റിന് ഇറങ്ങുമ്പോൾ ഈ തിരുവനന്തപുരം നഗരസഭയിൽ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത ഒരു സ്ഥിതി ഉണ്ടാകും എന്ന തരത്തിലുള്ള ചർച്ചകൾ പോലും സജീവമായിരിക്കുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം BJPയുടെ സ്ഥാനാർത്ഥി നിർണയം ശ്രദ്ധിക്കാം നമുക്ക്. അവരുടെ മുതിർന്ന സിറ്റിംഗ് കൗൺസിലർമാർ മാത്രമല്ല, VV രാജേഷ് അടക്കമുള്ള സിറ്റിംഗ് കൗൺസിലർമാർ മാത്രമല്ല പട്ടികയിൽ ഇടം നേടിയത്. ശ്രീ ആർ ശ്രീലേഖ IPSനെ പോലുള്ള മുതിർന്ന ഒരു BJPയിൽ പാർട്ടി പരിചയം കുറവുള്ള, രാഷ്ട്രീയ പരിചയം തീരെയില്ലാത്ത, എന്നാൽ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ ആർ ശ്രീലേഖയെ പോലും മത്സര രംഗത്തിറക്കി. അപ്പോൾ അത് നൽകുന്ന മെസ്സേജ്, ഞങ്ങളും സീരിയസ് ഫൈറ്റിലാണ്, തിരുവനന്തപുരം നഗരസഭ പിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലും മികച്ച സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി, രാഷ്ട്രീയ പരിചയമില്ലാത്തവരെയാണ് എങ്കിൽ പോലും പൊതുസമ്മതരായ സ്ഥാനാർത്ഥികളെ ഒക്കെ രംഗത്തിറക്കി. എല്ലാ മുന്നണികളും വളരെ സജീവമാണ്.